മെമ്പർഷിപ്പ് ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വിക്ടോറിയസിലെ മോസ്റ്റ് വാല്യൂ ഫോറമാണ് ഈ വേരിയന്റ്. ഈ VXI വേരിയന്റ് ആണ്. വിക്ടോറിയസിലെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് VXI വേരിയന്റ് ആണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. വിക്ടോറിയസിലെ VXI വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ VXI വേരിയന്റിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് വിക്ടോറിയസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. DRL കാര്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഹാലജൻ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഹൈ ബീം ലോ ബീം കാണാം. അതിൻ്റെ ചേർന്ന് നമുക്ക് പാർക്ക് ലൈറ്റ് കാണാം. അത് ഹാലജനായിട്ടാണ്, രണ്ടും ഹാലജനായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴെ ഫോഗ് ലൈറ്റ് വരുന്നില്ല. എന്തായാലും ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്യാം. 210 mm ആണ് വിക്ടോറിയസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ സ്കിഡ് പ്ലേറ്റ് പുറത്ത് വന്നിരിക്കുന്ന ഭാഗം കാണാം. ഇതാണ് ഓൾ ഓവർ ഫ്രണ്ടിൻ്റെ ലുക്ക്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. ടയർ സൈസ് നോക്കുവാണെങ്കിൽ 215/70/16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ലേസ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ് പുറത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മിറേഴ്സിൽ LED തേർഡ് ഡിക്കേഡർ സെൻസ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൻ്റെ ലുക്ക്. അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമാണ് വിക്ടോറിയസ്. നമുക്ക് റൊക്ക സെൻസർ ആംഗിളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസുകളാണ്. റൂഫ് റീൽസ് കാണാം, അത് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. സൺ റൂഫ് VXI വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ZXI വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന മെയിൻ ഡിഫറൻസ് അത് വൈപ്പേഴ്സ് വരുന്നില്ല എന്നുള്ളതാണ്. ഡിസൈൻ തന്നെ സ്പോയിലർ പുറത്തുണിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഹൈ മോഡൽ സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് ഡിഫോർഡ് ഗ്ലാസ് ആണ്, വൈപ്പർ വരുന്നില്ല. വിക്ടോറിയസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. കണക്റ്റഡ് ടൈലൈറ്റ് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൈലൈറ്റ് സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ് LED ആയിട്ടാണ്. റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ താഴെയായിട്ടാണ് വരുന്നത്. റിഫ്ലക്റ്റേഴ്സ് കാണാം. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറയും കാണാം. ഇനി ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ 360 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പാൾസർ ട്രേനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാൾസർ ട്രേ വരുന്നുണ്ട്. ബൂട്ട് ലൈറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീലും ഒരു വേരിയന്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. പഞ്ചർ കിറ്റ് നമുക്ക് മാറ്റ് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇന്റീരിയറിലെ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡോർ ടോൺ കളറിലാണ് ഇന്റീരിയർ വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോർ ടോൺ കളറെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം. 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ്, മിറേഴ്സ് കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ്. സ്പീക്കർ ബില്ലാണ് ബോട്ടിൽ ഓടച്ച് കൊടുത്തിരിക്കുന്നു. ടൂ ബില്ല് ഉൾപ്പെടുത്തിയിട്ടില്ല. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫാബ്രിക് സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇത് മാനുവൽ വേണ്ടാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെപ്പേഡൽ കാണാം. നമുക്ക് ഫീൽഡ് ഓപ്പൺ ചെയ്യാനുള്ളതും ഫുഡ് ഓപ്പൺ ചെയ്യാനുള്ളതും. ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പുഷ് പവർ സ്റ്റാർട്ടിൻ്റെ ഒരു ബട്ടൺ കാണാം. ഇതിനകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇന്റീരിയറിന് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് ഇന്റീരിയറിൽ VXI വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്റീരിയറിലേക്ക് നോക്കുകഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്കിംഗ് ഇന്റീരിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള ഇതുവരെ കാണാത്ത ഒരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ലെതർ അട്ടനല്ല, നോർമൽ സ്റ്റിയറിംഗ് ആണ്. ഫ്ലാറ്റ് ബോട്ടല്ല, റൗണ്ട് സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ വശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലത്ത് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിംഗ് ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടവശത്ത് വൈപ്പർ കൺട്രോൾസും വലത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റും ഓട്ടോ വൈപ്പേഴ്സ് പോലെയുള്ള ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനലോഗായിട്ട് ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. സ്പീഡോമീറ്ററും ആപ്പിമീറ്ററും എല്ലാം അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. TPMS, ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് വിക്ടോറിയസ് VXI വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന 7 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ്. സ്മാർട്ട് പ്ലേ പ്രോ ആണ്. ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയൽ സൈഡ് ഫംഗ്ഷൻ ചെയ്യും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല TPMS പോലെയുള്ള ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനർജി ഫ്ലോ പിന്നെ എല്ലാം നമുക്ക് എല്ലാം അറിയാനായിട്ട് പറ്റും. റിവേഴ്സ് ക്യാമറ, ഡീസൻറ്റ് ക്ലാരിറ്റി റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അഡാപ്റ്റീവ് ഗൈഡൻസോടെ ക്യാമറയാണ്. അഡാപ്റ്റീവ് ഗൈഡൻസ് അല്ല, ഒരു ബേസിക് ആയിട്ടുള്ള ഗൈഡൻസ്. പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴെ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. അടുത്ത ഹസലേറ്റിൻ്റെ ബട്ടൺ കാണാം. നമുക്ക് AC കൺട്രോൾസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. ഇവിടേക്ക് വന്നാൽ 12 വോൾട്ട് ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB ആയിട്ടുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മുടെ മാനുവൽ ഗിയർ ലെവർ കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംറെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റോടെ സീറ്റുകളാണ്. സ്റ്റെബിലിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. സ്പ്രിൻ്റ് ആരോ ഗ്രാബ് ഹാൻഡിൽസ്, കോ ഡ്രൈവർ സൈഡിൽ സമയസസ് വിത്ത് മിറർ ആണ്. ലൈറ്റ് കാര്യങ്ങൾ തന്നെ വരുന്നില്ല.
മാനുവൽ ഡിമ്മിങ് IRVMs ആണ്. റീഡിംഗ് ലൈറ്റിൽ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിറർ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീസൻറ്റ് സൈസ് ഗ്ലോ ബോക്സ് ആണ്. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഓൾ ഓവർ ഇന്ത്യൻ ലുക്ക്. ഈ ബാക്ക് എത്രക്കാരെ കംഫർട്ട് കാര്യങ്ങളും ചെക്ക് ചെയ്യാം. ബാക്ക് എത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ്. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാർട്സ് ഡ്യുവൽ ടോൺ കളർ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ്. സ്പീക്കർ ബില്ല് ബോട്ടിൽ ഓർഡേഴ്സ് കാണാം. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12 Type C ചാർജിംഗ് പോർട്ട് കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാണാം. അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീറും. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ ലിവറിന് നിന്നാൽ പോലും ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. മൂന്നൊക്കെ സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. സൈഡ് മൗണ്ടഡ് റീഡിംഗ് ലൈറ്റ് കാണാം. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. സ്പ്രിൻ്റർ ഗ്രാബ് ഹാൻഡിൽസ് രണ്ട് വശത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹുക്ക് ആംഗിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ VXI വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് VXI വേരിയൻ്റിൽ നമുക്ക് ZXi വേഴ്സസ് VXIൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമുക്ക് വിക്ടോറിയസ് എടുക്കണമെങ്കിൽ നമുക്ക് VXI വേരിയൻ്റ് തന്നെ എടുക്കാം. വിക്ടോറിയസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോഴും ബേസ് വേണ്ടി തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS EBD ട്രാക്ഷൻ ഉണ്ടല്ലോ, ഹിൽ ഹോൾഡ്, സിൽബറ്റ് അഡ്ജസ്റ്റ് ആണ് ഓപ്ഷൻസ്, TPMS അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് VXI വേരിയന്റിൽ മാരുതി കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ മാരുതിയുടെ ടാറ്റ ഡെസ്റ്റാറ്റിലെ 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്റ്റഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 115 HP ആണ് ടോപ്പ് പവർ. നമുക്ക് 120 Nm ടോർക്ക് ഉൽപ്പാദിക്കുന്ന ഒരു എഞ്ചിനാണ്. വിത്ത് 5 സ്പീഡ് മാനുവൽ വിത്ത് 6 സ്പീഡ് ഓട്ടോമാറ്റിക്. അപ്പോൾ മൈലേജ് ഒക്കെ നോക്കുവാണെങ്കിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 24.8 കിലോമീറ്റർ ആണ് മൈലേജ് വരുന്നത്. ഇനി ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേണ്ടായ LXI വേരിയന്റിൽ 12,37,000 രൂപയാണ് വിക്ടോറിയസ് LXI വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. GST അപ്ഡേറ്റിന് ശേഷം നല്ലൊരു പ്രൈസ് കട്ട് വന്നിട്ടുണ്ട്. VXI വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ VXI മാനുവലിന് 13,17,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. VXI ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ VXI ഓട്ടോമാറ്റിക് 14,17,000 രൂപയാണ് VXI വേരിയന്റിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ZXIലേക്ക് വന്നു കഴിഞ്ഞാൽ ZXI മാനുവലിന് 16,18,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ZXI ഓട്ടോമാറ്റിക് 18,17,000 രൂപ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. അടുത്ത അപ്ഡേറ്റ് കാണുന്നവരെ ബൈ ബൈ.